هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقال إني ذاهب إلى ربي سيهدين. رب هب لي من الصالحين. فبشرناه بغلام حليم. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ولما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين. إن هذا لهو البلاء المبين. وفديناه بذبح عظيم وتركنا عليه في الآخرين. سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين. صلى الله عليه وسلم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് ഇവർക്കും അറിയുന്നത് പോലെ ഈ വർഷത്തെ സത്യവിശ്വാസികളുടെ മഹാസമ്മേളനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവുക. സത്യവിശ്വാസികളുടെ പ്രതിനിധികളുടെ സമ്മേളനം ലോകത്തൊരു അത്ഭുതകരമായ അഭൂതപൂർവമായ ഒരു സംഗതിയാണ് എന്നുള്ളത് സംശയമില്ല. മനുഷ്യാരംഭം മുതൽ തുടങ്ങിയതാണ് സംഗതി. ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും വ്യത്യസ്തമായ ചില നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന്നും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സമാധാന സമ്മേളനം എന്നാണ് പൊതുവെ അത് അറിയപ്പെടുന്നത്. ശുഭ്രവസ്ത്രം അതിൻ്റെ ഒരു ഏറ്റവും പ്രകടമായ പ്രത്യേകതയാണ്. എല്ലാത്തരം വലിപ്പ വർണ്ണ വ്യത്യാസങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യനെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മഹാസമ്മേളനം. വർഗത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ ഒരു മേന്മയും മനുഷ്യനില്ല
മനുഷ്യരെല്ലാവരും സമന്മാരാണ്. ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഒരുപാട് അർത്ഥതലങ്ങൾ അതിലുണ്ട് നമുക്കറിയാം. പിന്നെ ജീവിതത്തിന്റെ ഒരു നഖചിത്രം ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അധ്വാനവും, അതായത് ഹുദൂദ് പാലിച്ചുകൊണ്ട് അതിർത്തി ലംഘിക്കാതെയുള്ള പ്രവർത്തനം, ത്യാഗവും ഹിജ്റയും ജിഹാദുമൊക്കെ ഹജ്ജിൽ ഒരുമിച്ച് സമ്മേളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹിജ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും ലേശം വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യൻ അവന് താമസിക്കാൻ സൗകര്യപ്രദമായി കിട്ടിയ സ്ഥലത്ത് ഇണങ്ങിച്ചേരുന്നവനായതുകൊണ്ട് മാറിപ്പോകുക എന്നുള്ളത് അവന്റെ മനസ്സ് പെട്ടെന്ന് അംഗീകരിക്കില്ല. ഈ ട്രാൻസ്ഫർ കിട്ടിയ ദേഷ്യം പിടിക്കുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. ഇൻസാൻ ഇണങ്ങുന്നവല്ല. അപ്പൊ ഹിജ്റ എന്നത് വലിയൊരു സംഗതിയാണ്. ശാരീരികമായ ഹിജ്റയല്ല, മാനസികമായ ഹിജ്റയും അതിനോടൊപ്പം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഹജ്ജിന് നമ്മൾ അങ്ങോട്ട് പോകണം. നമസ്കാരം നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ മഹല്ലിലെ പള്ളിയിൽ ചെയ്യാം. നോമ്പ് നമ്മളിൽ ഇങ്ങോട്ടാവുന്നത്, അതുപോലെ സക്കാത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അത് നമ്മളിൽ ബന്ധപ്പെടുന്നു. പക്ഷെ ഹജ്ജിന് നമ്മൾ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകണമെന്നുള്ളത് മക്കയുടെ ആ പരിസരത്തിലുള്ള ആളുകൾക്ക് അത്ര വിഷമമുണ്ടാവില്ല. അതിനപ്പുറമുള്ള ആളുകൾക്ക് വിഷമകരമെന്ന് തന്നെയാണ്. വിദൂരസ്ഥമായ പ്രദേശങ്ങളിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകൾ അതിന്റെ ബുദ്ധിമുട്ട് സഹിക്കുന്നു. പിന്നെ അവിടെ ലാളിത്യമാണ് അതിന്റെ ഏറ്റവും പ്രധാന സംഗതി. വലിയ ആർഭാട ജീവിതം നയിക്കുന്ന ലക്ഷറിയസ് ലൈഫ് ഉള്ള ആളുകളൊക്കെ വന്നിട്ട് വിനായിരത്തിൽ കഴിഞ്ഞുകൂടും. അതായത് പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അവനൊരു ട്രെയിനിങ്ങാണ്. അതുപോലെ ശരിയായ മാർഗത്തിൽ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവന്റെ നിയമത്തിന് ചുറ്റും ഞാൻ കറങ്ങാൻ റെഡിയാണ് എന്നാണ് തവാഫ്. സഫാ മർവയ്ക്കിടയിലുള്ള സഈ. സഈ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം. അധ്വാനം കഠിനമായി അധ്വാനിച്ചെങ്കിൽ മാത്രമേ മനുഷ്യനെന്തെങ്കിലും ലഭ്യമാവുകയുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ 1-2 ഹുതുബകൾ അത് സൂചിപ്പിക്കട്ടെ. കബദും ഖാദിഫും. കബദും ഖാദിഫും കണ്ടുദ്ദേശിക്കുന്നത് മനുഷ്യന് അധ്വാനത്തിന്റെ ക്ലേശം സഹിക്കുന്നവനാണ്, ഭാരം പേറുന്നവനാണ്. അതായത് കൈകൊണ്ട് അധ്വാനിച്ച് തൊലിയുരിഞ്ഞു പോകുന്നവനാണ് ഖാദിഹ് എന്ന് പറയുന്നത്. കൈയുടെ തോലുരിഞ്ഞു പോകുന്നത് അതിൽ കൈകൊണ്ടുള്ള ഒരു അധ്വാനത്തിന്റെ നീ ഖാദിഹാണ്, കഠിനമായി അധ്വാനിക്കേണ്ടവനാണ്. ഇലാ റബ്ബിക നിന്റെ രക്ഷിതാവിനെ ഖദ്ഹൻ ഫമുലാഖി എടുത്തു പറഞ്ഞ 2 പ്രാവശ്യം. മുമ്പേ പോയ ആളുകളെ ആ അധ്വാനത്തിന്റെ വീതിയിലൂടെ നടത്തിയിട്ട് അതൊരു മാതൃകയായി പ്രഖ്യാപിച്ചു. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ബോധിപ്പിക്കുന്നു. ആദമിന്റെ കഥകൾ പറയുന്നുണ്ട്, ആദമിന്റെ മക്കളുടെ കഥകൾ പറയുന്നുണ്ട്, നൂഹ് നബിയുടെ അധ്വാനത്തിന്റെ കഥകൾ പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മനുഷ്യചരിത്രം വഴിതിരിയുന്ന ഇബ്രാഹിം നബിയുടെ കാലഘട്ടമാണ്. ഇബ്രാഹിം നബി ഈ ആധുനിക സമൂഹത്തിലെ ജൂത, ക്രൈസ്തവ, മുസ്ലിം, ബ്രാഹ്മണ എല്ലാ മനുഷ്യരുടെയും പ്രവാചകന്മാരുടെ പ്രതികാവാണ്. അവിടെ നിന്നാണ് ഈ മക്കളുടെ എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ഇസ്ഹാഖ് വഴിയും ഇസ്മായിൽ വഴിയും. അപ്പൊ ഇബ്രാഹിം നബി ഒരു വലിയ മാതൃക, മനുഷ്യ സമൂഹത്തിനുള്ള മാതൃകയാണ്. മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, മനുഷ്യ സമൂഹത്തിനുള്ള മാതൃക. അദ്ദേഹത്തിന്റെ ജനനം ഊർ പട്ടണത്തിലായെങ്കിൽ അദ്ദേഹം ഹിജ്റ പോയി ഈജിപ്തിലേക്ക്, പിന്നെ മക്കയിലേക്ക് വന്നു, പിന്നെ പലസ്തീനിലേക്ക് തിരിച്ചുപോയി.
അങ്ങനെ ഒരുപാട് സംഗതികൾ അദ്ദേഹത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു. ഇബ്രാഹിമിന്റെ ത്യാഗോജ്വലമായ ജീവിതം മാതൃകയാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് നമുക്കുണ്ട്. എന്താണ് ഇബ്രാഹിമി മാതൃക? എന്തും സഹിക്കാനും ത്യജിക്കാനും, എന്നിട്ട് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ സഹായം പ്രതീക്ഷ നിൽക്കാനുള്ള ഒരു തന്റേടം. അത് ഈമാന്റെ ഒരു പ്രത്യേകമായ സ്റ്റേജാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നാം അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ധൃതി ഉണ്ടാവും. നമ്മൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ഒരു എടുത്തുചാട്ടം കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു. കാരണം അവധാനതയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ച് പ്രശ്നങ്ങളെ ആ നിലയ്ക്ക് നോക്കിക്കാണാനോ പലപ്പോഴും മനുഷ്യന് സാധിക്കുന്നില്ല എന്നുള്ളത് ഈമാനിന്റെ കുറവായിട്ടാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ സ്വച്ഛമായ പ്രകൃത, മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന പ്രകൃത, ഏകനും സർവാധിപതിയും സർവജ്ഞാനിയുമായ ഒരു രക്ഷിതാവിനെ അംഗീകരിക്കുക എന്നതാണ് പലപ്പോഴും സൂചിപ്പിച്ച സംഗതിയാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ കൊണ്ട് അത് തസ്ദീഖ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനല്ലേ നിങ്ങളുടെ അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ്. അതെ. അപ്പൊ മനുഷ്യാത്മാക്കൾ ഒന്നടക്കം പറഞ്ഞു, ബലാ ഷഹീദിന, ഞങ്ങളതാ സാക്ഷ്യം വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന പ്രകൃതം, സ്വഭാവം ആ ഹാർഡ് ഡിസ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മളൊരു സൃഷ്ടിയാണെന്നും നമുക്കൊരു സൃഷ്ടാവുണ്ട് എന്നുമാണ്. ആ സൃഷ്ടാവിനെ ആരംഭിക്കലാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ വിജയം. മനുഷ്യൻ വിവരക്കേട് കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് യാതൊരു ഉപകാരവുമില്ലാത്ത വസ്തുക്കളെ രക്ഷിതാവായി സ്വീകരിക്കും. അത് പണ്ടും ഇന്നും മനുഷ്യ മനസ്സിന് മാറ്റമുണ്ടായിട്ട് ഒരു കരിങ്കൽ ശില്പി കൊത്തുകൾ അയാൾ പറയുന്നത്, ഞാനിത് കൊത്തിത്തീരുന്നത് വരെ നീ എന്റെ അടിമയാണ്. കൊത്തി നീ ഒരു ബിംബമായാൽ ഞാൻ നിന്റെ അടിമയാവും. എന്നാലും ഒരു കരിങ്കൽ അതിനെ ഒരാൾ കൊത്തിയുണ്ട്, മനുഷ്യൻ കൊത്തിയുണ്ടാക്കുക ഒരു രൂപമായിട്ട്. അന്നേരം അവന്റെ അടിമയാണ് ആ കല്ല്. കൊത്തിക്കഴിഞ്ഞാൽ അവൻ ദിവ്യത്തെ കൊടുക്കുക. മനുഷ്യ ബുദ്ധിക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്തത് എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്ന ഈ സംഗതി. അങ്ങനെ അത്തരം ബിംബങ്ങൾ ഉണ്ടാക്കുകയും അവയെ പൂജിക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്ത ആസർ എന്ന് പറയുന്ന അന്നത്തെ കോർപ്പറേറ്റ് ഭീമന്റെ കുടുംബത്തിലാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി ജനിച്ചത്. ആസർ എന്ന് പറയുന്ന മോശക്കാരനാണ്, രാജാവിന്റെ അടുത്ത ആളായിരുന്നു. ലോകത്തിലെ എല്ലാ ഭരണാധികാരികളും ശൃംഖലകളുണ്ടാവും. ഇവിടെ ആസർ രാജാവിന്റെ ഏറ്റവും വലിയ അടുത്ത ആളായിരുന്നു. ഒരു സാധാരണക്കാരനായിരുന്നില്ല. അവ പ്രഗത്ഭമായ കുടുംബം, ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളുള്ള. അപ്പൊ ആ കുടുംബത്തിൽ ജനിച്ചിട്ട് അദ്ദേഹം ഈ മനുഷ്യ മനസ്സിന്റെ സ്വച്ഛപ്രകൃതത്തിനെതിരായ പ്രവർത്തി കണ്ടപ്പോ ശരിക്കും ഇബ്രാഹിം നബി പിതാവിനോട് ചോദിക്കുകയാണ്, ഇത് ഖാല ലിഅബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. അല്ല പിതാവേ, വിളിച്ചാൽ കേൾക്കില്ല, ഒന്നും ചെയ്യാൻ കാണില്ല, കേൾക്കില്ല, ഒരു ഉപകാരമില്ല, മറ്റൊരു സ്ഥലത്തൊരു ഉപദ്രവമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഈ ബിംബത്തെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു. ആ സംവാദം യഥാർത്ഥത്തിൽ വലിയ പഴക്കത്തിലാക്കി. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് അങ്ങനെ ഞങ്ങളിത് ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് അവസാനം പറയാം, നീ നമ്മുടെ ഈ ദൈവങ്ങളെ തള്ളിപ്പറയണം, കുടുംബത്തിൽ അത് പണിയല്ല. അതുകൊണ്ട് നിന്നെ ഞാൻ അർജുമൻ, അതിനെ ഞാൻ കല്ലാക്കി വായിപ്പിക്കും. വഹജുർനി വലിയ അഭിമാനിക്കണം. അങ്ങനെ പിതാവിനെ നഷ്ടപ്പെടുന്ന, മാതാവിനെ നഷ്ടപ്പെടുന്ന, കുടുംബം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ഒരു ബലി. ആദർശത്തിന് വേണ്ടി ഇബ്രാഹിമിന്റെ ജീവിതത്തിൽ ആദ്യത്തെ ബലി സ്വന്തം കുടുംബം നഷ്ടപ്പെടുത്തുക. അദ്ദേഹം പുറത്തിറങ്ങുന്നു.
അപ്പോഴദ്ദേഹം പറയുന്നത്, പ്രിയപ്പെട്ട പിതാവെ, താങ്കൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അതെടുത്ത് പറഞ്ഞിട്ടുള്ളത് പറയാം. നാട്ടാരോട് തർക്കിക്കുന്ന ഇബ്രാഹിമിനെയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സൂര്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇതൊക്കെയാണ് എന്റെ രക്ഷിതാവ് എന്ന് പറയാം. എന്നിട്ട് അതൊക്കെ അസ്തമിച്ചു പോകും. അസ്തമിക്കുന്നതൊന്നും രക്ഷിതാവാകാൻ പറ്റുകയില്ല എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ പങ്കുചേർക്കുന്ന ഈ എല്ലാ സംഗതിയിൽ നിന്നും ഞാൻ ഒഴിവാണ്, നിരപരാധിയാണ് എന്ന് പറഞ്ഞു മാറുക. അതിലെ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അധ്യയന മനഃശാസ്ത്രം ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയെ ബൗദ്ധികമായി ചിന്തിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് സംവിധാനിച്ച് അതെടുത്ത് കാണിക്കുക. നോക്ക്, ഇതാണ് എന്റെ ദൈവം എന്ന് പറയാം. എന്നിട്ട് അസ്തമിച്ചു പോകുമ്പോൾ അസ്തമിക്കുന്നവന് ദൈവമാവാൻ പറ്റില്ല എന്ന് പറയാം. എന്നിട്ട് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ആരാണ് എന്ന് മനുഷ്യൻ സ്വന്തം മനസ്സുകൊണ്ട് ആലോചിച്ച് കണ്ടെത്താൻ ബുദ്ധിയെ വളർത്തുക എന്നുള്ളതാണ്. അവസാനം അതുകൊണ്ടൊന്നും ആളുകൾ മാറില്ല. അപ്പൊ ഈ ബിംബങ്ങളെ എല്ലാം കൂടെ തച്ചോടച്ച് ഒരു വലിയതിന്റെ തലയെ കെട്ടിച്ച് അടുത്ത് കൂട്ടിയിട്ടു. ആളുകൾക്ക് ദേഷ്യം പിടിച്ചു, ഇതാരായാലും ചെയ്തത്. അപ്പോ ഒരാൾ പറഞ്ഞത്, ഇബ്രാഹിം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇതിനെക്കുറിച്ച് വിമർശിച്ചുള്ള ആളുണ്ട്, എന്നെ പിടിച്ച് കൊണ്ടുവരണം, വിചാരണ ചെയ്യും. അപ്പൊ നല്ല രസകരമായ ഒരു സംഭവമാണ്. അല്ല ഇബ്രാഹിമേ, നീയാണ് ഈ പണിയെടുത്തത്. അപ്പൊ പറഞ്ഞ അതിൽ വലിയവനാണ് അത് ചെയ്തത്. ഓരോടും ചോദിച്ചു. എല്ലാവരും മിണ്ടാൻ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോഴും ദൗത്യം സംസാരിക്കാൻ കഴിയാത്ത, മിണ്ടാൻ കഴിയാത്ത ഒന്നും കൂടെ നമ്മൾ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല രസകരമായി അവതരിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ ഭൗതിക തലം ഉയർത്തി നിർത്തിക്കൊണ്ട് മനുഷ്യനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അന്ധവിശ്വാസത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ബുദ്ധിയും വിവേകവും ഇല്ലാത്ത, വിളിച്ചാൽ വേണ്ടാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത ആരാധിക്കും. പക്ഷെ അവരുടനെ തന്നെ തലകുത്തനായിട്ട് പറഞ്ഞ യവനെ ഇവിടെ വിളിച്ചാൽ കൊള്ളില്ല, അതുകൊണ്ട് ഒരു ചൂളുണ്ടാക്കി തീട്ടലാണ്. അങ്ങനെ തീയിലേക്ക് എടുത്തറിയുമ്പോ ജിബിരിയിൽ വന്നിട്ട് പറഞ്ഞു റിപ്പോർട്ട്, ഇബ്രാഹിമെ രക്ഷിക്കാൻ. ജിബിരിയിൽ സ്വന്തം നിലയ്ക്ക് പറഞ്ഞതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് റിപ്പോർട്ടില്ല. എന്തായാലും രസകരമായ ഒരു മറുപടി ഇബ്രാഹിമിന്റെ പറഞ്ഞു. അള്ളയാണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളയാണ് സംരക്ഷിക്കുന്നത്. ഈ തീ അവന്റെ സൃഷ്ടിയാണ്, ഞാനും അവന്റെ സൃഷ്ടിയാണ്. കരിക്കണയുണ്ട്, കരിച്ചോട്ടെ. ജിബിരിയിൽ തൽക്കാലം ഉണ്ടാകുന്നുള്ളൂ. അതെ, തീക്ക് കരിക്കുക എന്നുള്ള സ്വഭാവമാണ് മറ്റ് ബറാത്തയാക്കിയത്, തണുപ്പാക്കിയത്, ബർദൻ. അങ്ങനെ അദ്ദേഹം നാടുകൂടാണ്. ആദർശത്തിന്റെ വഴിയിലെ ഒരു വലിയ വലി. ഒരാളുടെ നാട് കിടത്തുക എന്ന് പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. നമ്മൾക്ക് നമ്മുടെ നാടല്ലാത്തൊരു നാട്ടിൽ പോയിട്ട് യഥാർത്ഥത്തിൽ ഒരു സ്വസ്ഥവും സമാധാനം ജീവിക്കാൻ പറ്റില്ല. ഗൾഫിൽ പോയ ആളുകൾ നിർബന്ധപൂർവ്വം കൂടുന്നത് എന്നുള്ള വേറെ വിഷയം. നമ്മുടെ വിചാരങ്ങളും താല്പര്യങ്ങളും ബന്ധുത്വവും എല്ലാം കൂടിക്കൊഴിഞ്ഞ് അവിടെയാണ് മനുഷ്യന്റെ ജീവിതം കുടികൊള്ളുന്നത്. ആരോരുമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ വിഷമം പിടിച്ചു. അങ്ങനെ അവിടെ പോവാ. ഭാര്യയും അദ്ദേഹം കൊണ്ടുപോകും. വഴിയിൽ വെച്ച് പിടിക്കപ്പെടുന്നു. പിന്നെ അവസാനമാണ് അന്വേഷിച്ചത്. വലിയ കഥയാണ്. അവിടെ നിന്ന് ഒരു പെണ്ണിനെയും കൂടി കൊണ്ടുണ്ടാകും. ഒരു എത്യോപ്യൻ അടിമ. ഒരു എത്യോപ്യൻ അടിമ വലിയ അത്ഭുതകരമാണ് സംഗതി, ആലോചിക്കുക. ആ എത്യോപ്യൻ അടിമപ്പെണ്ണിനെ മുൻനിർത്തിയിട്ടാണ് ജീവിതത്തിന്റെ അധ്വാനം അതിന് ഞങ്ങൾ റെഡിയാണെന്ന് നമ്മളെല്ലാം പ്രഖ്യാപിക്കുന്നത്. ഒരു സ്ത്രീക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മഹിതമായ ഒരു സ്ഥാനം. ഒരു എത്യോപ്യൻ അടിമ പണ്ടവളുടെ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ ഓടിയ ഓട്ടമുണ്ടല്ലോ, അതുപോലെ ഈ ദീനിന്റെ സംരക്ഷണത്തിന് ഞങ്ങളതാ തയ്യാറാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് സഈ.
അതുണ്ടാക്കാൻ അവിടെ നിന്ന് എന്തൊക്കെയാണ് സംഭവങ്ങൾ അല്ലാത്ത ഉണ്ടാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം പറയാം, അതാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. അദ്ദേഹം അപ്പോ പറഞ്ഞത്, എന്റെ രക്ഷിതാവിലേക്ക് ഞാനിതാ പോവാണ്. സയഹദി, അവൻ എന്നെ മാർഗദർശനം ചെയ്തേക്കാം. കുറച്ച് പ്രായം മക്കളൊന്നുമില്ല. കുറെ കാലമായിട്ട് സാറ എന്ന നല്ല ഉന്നത കുലജാതയായ ഭാര്യയുണ്ട്, മക്കളുണ്ടായില്ല. ഒരു കുട്ടി ഉണ്ടാവണമെന്ന് വളരെ അധികാര ആഗ്രഹം. ഈ യാത്രയിൽ അദ്ദേഹം പ്രാർത്ഥിക്കണം, റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, എനിക്ക് സദ്വൃത്തന്മാരിൽപ്പെട്ട ഒരു സന്താനത്തെ നൽകണേ തമ്പുരാനെ. ഒരു രസകരമായ മറ്റൊരു കഥ. ഓരോ സംഗതി ഇങ്ങനെ ഇബ്രാഹിം നബി ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടുകാർ ചോദിച്ചല്ല, എന്തും നീ തെച്ചിട്ടല്ലേ? അല്ലാതെ എനിക്കൊരു കുട്ടി ഉണ്ടായാൽ അതിനെ അർത്ഥം കൊടുക്കും, റെഡിയാണ് എന്ന് ഇബ്രാഹിം ഊറിൽ വെച്ച് പറഞ്ഞതായിട്ട് ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. എന്തും കൊടുക്കും. ആകപ്പാടെ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത്, ഇഷ്ടമുള്ളത് ഒരു കുട്ടി ഉണ്ടാകാം. അത് ആദ്യം സ്വന്തം തീയിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവത്യാഗം, ബലിയാണ്. ശരീരത്തെ ബലി കൊടുക്കുക. മാതാപിതാക്കളെ ബലി കൊടുത്തു, സ്വന്തം ശരീരത്തെ ബലി കൊടുത്തു. നാട്ടിൽ നിന്ന് നാട്ടാരെയും സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെ ബലി കൊടുത്തു. എന്നിട്ട് പോകുന്ന പോക്കിലാണ് ഈ ഒരു അടിമപ്പണിനെ കിട്ടുന്നത്. അവിടെ ഒരു കുട്ടി ഉണ്ടാകും. കാലം കഴിയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഒരു നിർദ്ദേശം വരും. അങ്ങ് അകലെ ഏതാണ്ട് 3000 കിലോമീറ്റർ അകലെയുള്ള മക്കയുടെ മരത്തിൽ കൊണ്ട് ഉമ്മയും മോനെയും താമസിപ്പിക്കണം. കേട്ടാണ് നമുക്ക് ഇന്നും വിശ്വസിക്കാൻ ശേഷം വൃത്തിയിട്ടുള്ള സംഗതിയാണ്. ആരോരുമില്ലാത്ത ആ സ്ഥലം. നമ്മുടെ മനുഷ്യരല്ലേ, നമുക്കൊന്ന് ആലോചിക്കും. ഇന്ന് തന്നെ മക്കയുടെ പ്രാന്ത പ്രദേശത്ത് പകല് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയോ? ആരുമില്ലെങ്കിൽ അന്ന് ഒരു മനുഷ്യനില്ലാതെ അവിടെ ഉണ്ടാക്കാം. എന്നിട്ട് അങ്ങോട്ട് പോവാ. ഭാര്യ പിന്നാലെ വന്നിട്ട് ഇങ്ങോട്ട് പോവാണ്, എന്താണ് കാട്ടണമെന്നൊക്കെ ചോദിച്ചു. 3 പ്രാവശ്യം 2 പ്രാവശ്യം ചോദിച്ചു. 3ാമത്തെ പ്രാവശ്യം ചോദ്യം ചോദിച്ചു. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ? അതേ പറഞ്ഞു. പിന്നെ അവരൊന്നും വേണ്ടിയില്ല. ഭാര്യയുടെയും കുട്ടിയുടെയും ആ കണ്ണ് പറയുന്ന മലഞ്ചെരുവിൽ ചെന്നിട്ട് ഇബ്രാഹിം നബി കരളൊറിയ പ്രാർത്ഥന ഖുർആനിലെടുത്ത് പറഞ്ഞു. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. എന്റെ കുടുംബത്തിൽ ചില ആളുകളെ ഞാനിവിടെ ഊഷര ഭൂമിയായ നിന്റെ ഈ ബൈത്ത്, അപ്പൊ ബൈത്തോടെ ഉണ്ട്. നേരത്തെ ഇബ്രാഹിം നബി ഉണ്ടാക്കിയല്ല, അത് നേരത്തെ ഉള്ള. അത് നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ അത് പോയി തട്ട് അതിന്റെ ആ കവാടം അവിടെ ഉണ്ട്, അതിന്റെ ആ ബേസ് അവിടെ ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം, ജനങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നു. എന്നിട്ട് അവിടെ കുട്ടിയെയും കൊണ്ടവർ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന, ഒരു തുള്ളി വെള്ളത്തിന് കഷ്ടപ്പെടുന്ന ആ രംഗം, സഫയുടെയും മറുവയുടെയും ഇടയിലുള്ള ഓട്ടം. ആ ഓട്ടമാണ് ജീവിതം, അധ്വാനം, കഠിനാധ്വാനം. അതിന് നേതൃത്വം കൊടുത്തത് ഒരു അടിമപ്പെണ്ണാണ്, എത്യോപ്യൻ അടിമപ്പെണ്ണ്. ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളെ അതിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് ജീവിതത്തിന്റെ ഓട്ടം നിർവഹിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. വല്ലാത്തൊരു സംഗതിയാണ്. എന്നിട്ട് പിന്നെ വളർന്നു വരുന്ന അദ്ദേഹം ആ കഥയൊക്കെ ഇവിടെ വിട്ടിട്ട് അതായത് അവനോടൊപ്പം സഈ, അവിടെ സഈ എന്ന് പറഞ്ഞത് അധ്വാനിക്കാൻ ഈ കുഞ്ഞിന് പ്രായമായപ്പോൾ ഒരു ദിവസം വാപ്പ പറയാ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹക ഫൻദുർ മാദാ തറ. ഞാൻ സ്വപ്നം കണ്ട് നിന്ന് അറുത്ത് കൊടുക്കണം. യാ അബസ് ഇഫ്അൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. വാപ്പയേക്കാൾ സഹനശീലനായ കുട്ടി. ഇതൊക്കെ മനുഷ്യ സമൂഹത്തിലുള്ള തന്നെയാണ്. ഇതിലാണ് നിങ്ങൾക്ക് മാതൃക ആണല്ലേ. എത്രയോ 1000 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭൂമിയിലൂടെ ജീവിച്ചു വന്ന ഇബ്രാഹിം
ഒരു മഹത്തായ സംസ്കൃതിയുടെ സംസ്ഥാപകൻ. അദ്ദേഹത്തിന്റെ ത്യാഗോജ്ജലമായ ജീവിതം റെഡിയായി. അതായത് എന്നിട്ട് ഫലമ്മ അസ്ലമ, രണ്ടുപേര് ഇസ്ലാമായപ്പോൾ എന്നാണ് ശരി. അത് രണ്ടുപേര് കീഴടങ്ങിയപ്പോൾ, അനുസരിച്ചപ്പോൾ നെറ്റിച്ചരിച്ചിട്ട് കടത്തി കത്തിയൊക്കെ വെച്ചു. ഇബ്രാഹിം, നമുക്കൊന്ന് കഥയാണ്. ഇബ്രാഹിം നബിക്ക് അറിയില്ല ഈ കത്തി വെച്ചാൽ ഈ ഇസ്മായിലിന്റെ കഴുത്ത് മുറിയില്ല എന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ല. ആലോചിച്ചോ, അങ്ങനെ ഒന്നാലോചിച്ചു. നമുക്കിത് കഥയാണ്. അറവ് പറ്റിയിട്ടില്ലെന്നും ഇസ്മായിൽ നബിയായെന്നും ഇസ്മായിലിന്റെ വംശവരയിൽ മുഹമ്മദ് വന്നെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ അവിടെ പ്രിയ പിതാവ് സ്വന്തം തീർച്ചയായിട്ടും കടുത്ത ഒരു പരീക്ഷണമാണ്. ബലിയുടെ ഏറ്റവും വളരെ ഗൗരവമുള്ള ഒരു രംഗം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഹജ്ജിന്റെ ചട്ടവട്ടങ്ങളെല്ലാം ഒരുക്കി നമ്മളോട് അതിൽ അറഫയിൽ ചേർത്ത് അത് ഒരു കച്ചായ ഒരു ആരാധന ജീവിതത്തിന്റെ മൊത്തം ചിത്രം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു. അവസാനം ഇസ്മായിലിന് പകരം ഒരു നല്ല അറിവ്, അതായത് ഗുരുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. എന്നിട്ട് എന്നും മനുഷ്യ സമൂഹത്തില്, മനുഷ്യ മനസ്സില് അവനെ കുറിച്ചുള്ള സ്മരണകൾ നാം നിലനിർത്തി. MSSന്റെ ഈ മെമ്പറിൽ നിന്ന് നമ്മൾ പറയുന്നു, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അവിടെ മകന്റെ കഴുത്തിൽ കത്തിവെച്ച മഹാനായ പിതാവ്, വളരെ സഹനശീലനായി അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് ഒതുങ്ങിക്കൊടുത്ത പുത്രൻ, അവരെ കുറിച്ച് നാം മനുഷ്യരിൽ സൽകീർത്തി നിലനിർത്തി. ഇന്ന കഥാലിക നജീസിൽ മുസ്ലിം, നന്മ ചെയ്യുന്നവർക്ക് അങ്ങനെയാണ് നാം പ്രതിഫലം കൊടുക്കുക. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് ശാന്തി. സിദ്ദീഖൻ നബിയ്യൻ കലീമുല്ലാഹ്, ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് റസൂലോട് പറയുന്നത് ഇബ്രാഹിം, നിന്റെ പിതാവായ ഇബ്രാഹിമിന്റെ പാത കണ്ടെത്തുക. അതാണ് യഥാർത്ഥത്തിലുള്ള പാത. ഋജുമാനസനായ ഇബ്രാഹിമിന്റെ പാത. ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് ഉറക്കെ പറഞ്ഞ ഏറ്റവും നമുക്ക് കഥ കേൾക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല, പക്ഷെ അനുഭവിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ആസറിന്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ പറയുക എന്ന് പറഞ്ഞത് ജീവൻ പോകുന്നതിന് സമമാണ്. അത്ര ശക്തനായിരുന്നു ആസർ. അവിടെ അന്ന് പുറത്താക്കിയില്ലേ. അങ്ങനെ എന്തും ത്യജിച്ചുകൊണ്ട് രക്ഷിതാവിന്റെ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ ഇബ്രാഹിം നടത്തിയ കഠിനമായ ത്യാഗമുണ്ടല്ലോ, അത് ഓരോ ചുവടുവെപ്പിലും നിങ്ങൾക്കല്ലോ മാതൃകയുണ്ട്. മുഹമ്മദെ, നീ അത് ചെയ്യുക, നിന്റെ അനുയായികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ്, പുതിയതായിട്ടൊന്നുമില്ല. ആദവൻ അറഫയിലെ സമ്മേളനം മഹ്ശറയെ ഓർമ്മിപ്പിക്കുന്ന, അതുകൂടെ ചേർത്തിട്ട് ആ മഹാസമ്മേളനവും കൂടെ ചേർത്തിട്ട് ഹജ്ജ് എന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ മനുഷ്യനെ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാകുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മം അല്ലാഹുവിനെ നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ സഹോദരങ്ങളെല്ലാം അവിടെ എത്തിയിരിക്കുന്നു. അവർക്ക് ഏറ്റവും ഉത്തമമായി സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യാത്തവർക്ക് ചെയ്യാൻ, അതുപോലെ അതുമായിട്ട് ഇഴുകിച്ചേർന്ന ജീവിതത്തെ നന്നാക്കാനും നാം ശ്രമിക്കണം. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نزيدنا كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم
في العالمين إنك حميد مجيد. أيها الإخوة الأحبة، أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ വളരെ പ്രധാനമുള്ള ദിവസങ്ങളാണ്. അതേതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. മാസങ്ങളുടെ എണ്ണം 12 പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ നാട് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. ഖുർആൻ പറയുന്നത് അതിലൊരു രാത്രി ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി, ഒരു പകല് ഏറ്റവും പ്രധാനപ്പെട്ട പകലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ലൈലത്തുൽ ഖദ്റാണ് പല രാത്രി. അത് കൃത്യമായി ഇന്ന ദിവസം പറയാതെ ഒരു ഓപ്ഷൻ ഇട്ടതാണ്. മറ്റത് അറഫയിൽ ഹജ്ജാജിമാർ സമ്മേളിക്കുമ്പോൾ അഹ്ശറയോർക്കുന്ന അവിടെ നോക്ക്, ഒന്നുമില്ല, അവിടെ വേറൊരു പണിയില്ല. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് നിഷ്കളങ്കമായി ഖേദിച്ചു മടങ്ങുക, ജീവിതം നന്നായി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുക. അതിനെ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ ഹാജിമാർ അവിടെ നിൽക്കുമ്പോ നമ്മളും അതിൽ നിന്ന് ദൂരെയുള്ള ആളുകൾ അതിൽ നിന്നും മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് യൗമ അറഫയെ സംബന്ധിച്ചിടത്തോളം അതൊരു നോമ്പിന്റെ ഒരു വ്രതാനുഷ്ഠാനത്തിന്റെ ദിവസമായി തീരുമാനിച്ചു. عن أبي قتادة رضي الله عنه قال سئل رسول الله صلى الله عليه وسلم عن صوم يوم عرفة قال يكفر السنة الماضية والباقية. മുസ്ലിമിന്റെ ഒരു റിവായത്തില് അബീ ഖതാദയിൽ നിന്ന് പറയുന്ന ഒരു റിവായത്തില് അറഫ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അപ്പൊ അത് പറഞ്ഞത് കഴിഞ്ഞ ഒരു കൊല്ലത്തെ വരാനുള്ള ഒരു കൊല്ലത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ്. മലയാള പണ്ഡിതന്മാര്, ഇംഗ്ലീഷ് പണ്ഡിതന്മാരൊക്കെ ഈ പടച്ചോനെ രക്ഷിക്കണം കുറച്ച് പണി പണ്ഡിതന്മാരെ എടുക്കാറുണ്ട്. ദീനുൽ ഇസ്ലാമിനെ രക്ഷിക്കാനും പടച്ചോൻ രക്ഷിക്കാനും രക്ഷിച്ചെറിയ എന്നെഴുതും. അല്ലാഹു തആല പുറത്തു വിടുന്നു, വലുതോ ചെറുതോ ഒന്നും പറഞ്ഞില്ല, ഇവരുടെ പോലെ അയച്ചെറിയ ബ്രാക്കറ്റ്. ഇത് ആരേതെന്നാണ് എനിക്കറിയില്ല. ചെറിയ പാപങ്ങൾ പുറത്തു നമ്മൾ നോക്കി അതൊക്കെ ചെറിയ അറബിയുടെ റസൂലൊക്കെ പറഞ്ഞിട്ടില്ല, ഇവരുടെ പോലെ അയച്ചെറിയ ബ്രാക്കറ്റ്. രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അല്ലാഹു തആല പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പുറത്തു കൊടുത്താൽ മോശമല്ല. അതുകൊണ്ട് ചെറിയ ഇപ്പൊ വൻപാവങ്ങളോ ചെറുതേത് വലുതേത് പ്രശ്നമായി. അത് എന്തോ ഒരു സംരക്ഷണത്തിന്റെ ഏർപ്പാട് ഈ ഇസ്ലാമിക ലോകത്ത്. ചിലര് നല്ല പണ്ഡിതന്മാരാണ്, പക്ഷെ അശ്രദ്ധമായിട്ട് കൈകാര്യം വേണ്ട അതൊക്കെ സംഭവിക്കുന്നത്. റസൂലിനോട് സംഗതി ചോദിച്ചു അറഫാദിന് കഴിഞ്ഞ കൊല്ലത്തെയും വരാനുള്ള കൊല്ലത്തെയും പാപങ്ങൾക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ വരാനുള്ള കൊല്ലത്തെ എല്ലാം തെറ്റി പുറത്തന്നില്ല. അതിന്റെ അർത്ഥം അത് ഒരു ലോക്കൽ യൂസേജ് അറബി ഭാഷ ഖുറൈശി ലഹജയിൽ. അവന്റെ ആ ഒരു നന്മ ഉണ്ടല്ലോ, ഇതുവരെയുള്ള എല്ലാ തെറ്റും അവർ പുറത്തു പോകും എന്നോട് പറയാറുണ്ട് ചില മനുഷ്യന്മാരെ ഈ നന്മ കണ്ടിട്ട്. അതുപോലെ കഴിഞ്ഞ കൊല്ലത്തെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുകയും വരാനുള്ള കൊല്ലത്തെ പാപങ്ങളിൽ നിന്ന് അവന് തടയിടുകയും ചെയ്യുന്നത് വളരെ ബൃഹത്തായ ഒരു സ്മൃതി. അപ്പൊ അത് അതിൻ്റെതായ അർത്ഥത്തിലെടുക്കാതെ ആളുകൾ പഠിപ്പിക്കുമ്പോൾ അതിൽ ചെറിയ ഭാഗങ്ങൾ പുറത്തവന് വലിയ ഭാഗങ്ങൾ ബാക്കിയിട്ടില്ല. അത് മലയാളം ഇതുണ്ടാക്കണം. അത് ഇംഗ്ലീഷിൽ ചില എല്ലാത്തിലും ഇല്ല, ചിലതിലൊക്കെ മാത്രമാണ്. മലയാളത്തിൽ എല്ലാ ട്രാൻസ്ലേഷനും ഇല്ല, ചിലതിലൊക്കെ ഇട്ടിട്ടുണ്ട്. മുസ്ലിം റിപ്പോർട്ട് സഹിയായ ഹദീസാണ് അറഫ. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് അർച്ചോനെ അർച്ചന ആവശ്യം ഏറ്റവും വേണം. അതിന് നമ്മുടെ ഒരു സൂക്ഷ്മത, അതാണ് അല്ലാഹു തആല വേണ്ടത്. ത്യാഗസന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മളും ഭാഗഭാഗം ഇറച്ചിക്കച്ചവടം നടത്താൻ പറ്റില്ല. ഉള്ളവരുടെ ഫ്രിഡ്ജിലേക്ക് വീണ്ടും വീണ്ടും അടിച്ചു കയറ്റുന്ന ഖുർബാൻ ഉദ്ഹിയ്യത്ത് എന്നൊക്കെ പറഞ്ഞ ഏർപ്പാട്
നടക്കാതിരിക്കാൻ നല്ലത്. ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോലും ഇറച്ചി കിട്ടാത്ത ഒരുപാട് ആളുകൾ ഇന്ത്യ രാജ്യത്തിനുണ്ട്. അങ്ങോട്ടൊക്കെ കൊടുത്തേക്കും, അല്ലെങ്കിൽ അവിടെ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക് ഈ സംഗതികളെല്ലാം കൊണ്ട് അവിടെയുള്ള ഇറച്ചിയൊക്കെ റെഡിയാക്കി ചുറ്റിലാക്കി ആഫ്രിക്കയിലേക്ക് കൊടുത്തേക്കും. പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഒരു നേരത്തെ ആഹാരം വകയില്ലാത്ത ഏഴാഴ്ച ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യന്മാർ, അല്ലെങ്കിൽ തിന്നാൻ സാധ്യതയില്ലാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് സന്നദ്ധമാണ് നമ്മുടെ സന്നദ്ധത. നമ്മുടെ സ്വർഗത്തില്ല പലപ്പോഴും പല കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതിലൊക്കെ മുഴച്ചു നിൽക്കുന്ന ഒരു സംഗതി, അത് അറഫയുടെ നോമ്പിലായാലും അതിന്റെ ഓദഹ്യത്തിന്റെ കാര്യത്തിലായാലും വ്യക്തി വിശുദ്ധി ഏറ്റവും വലിയ സൂക്ഷ്മത, എന്നിട്ട് മനുഷ്യൻ സ്വയം നന്നാവുക, വലിയ സമൂഹത്തിന്റെ ഭാഗമാകുക, ലോകത്തിന് മാതൃക കാണിക്കുക, അങ്ങനെ അല്ലാഹുവിന്റെ സാക്ഷിയാവുക. അതാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നടക്കേണ്ടത് എന്നുള്ള. ഇപ്പോ ഓണം ബക്രീദ് ആഘോഷം, സത്യത്തിൽ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് പെരുന്നാൾ വെറും ആഘോഷമല്ലല്ലോ, ആരാധനയല്ലേ. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ആഘോഷമാണെങ്കിൽ തന്നെ കുഴപ്പമില്ല. പക്ഷെ അതിന് ഇബാദത്തിന്റെ മെമ്പടി ഉണ്ട്. ഇപ്പൊ ഓണം ബക്രീദ് ഇത് എല്ലാ പത്രത്തിലും എല്ലായിടത്തും മുസ്ലിം സ്ഥാപനങ്ങളുടെ പരസ്യമാണെങ്കിൽ മറ്റവരെ മുന്തും മറ്റവരുടെ ലേശം പിന്നിലാണ് മുസ്ലിം സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ. അവിടെ അടിച്ചു സുഹൃത്ത് ആഘോഷിക്കുക, എന്തും പൈസ ഉണ്ടാക്കാൻ. നമ്മുടെ എയർലൈൻസുകാർക്ക് സാധാരണ പൈസ ഉണ്ടാക്കാനുള്ള സംഗതിയാണ്. ഈ ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ അങ്ങോട്ടുമാണ് ഓണം ബക്രീദും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ നല്ല കാശൊക്കെ കൂട്ടിയിട്ട് ആളുകളെ പിഴിയാനുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെയാണ്. അതായത് ഇബാദത്തുകളുടെ ഏറ്റവും മഹത്തായ ഒരു സംഗതി ചെയ്യാനുള്ള സമയത്ത് മനുഷ്യന്മാരൊരു ആഘോഷമാക്കിയിട്ട് അത് കുറച്ചാൾ കാശുണ്ടാക്കണം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സത്യവിശ്വാസത്തിന്റെ ചൈതന്യവും ഇബാദത്തിന്റെ ആത്മാവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതൊരു തരത്തിലുള്ള ആഘോഷവും അല്ലാഹുവിന് സ്വീകാര്യമല്ല എന്നുള്ളത് ഇവിടെ ഓർത്തിരിക്കുക എന്ന് മാത്രമേ ഈ സംഗതി ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് അറഫയുടെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ഓദഹ്യത്തിന് നിശ്ചയിച്ച ആളുകൾ താടിയും നഖവും മുറിക്കാതിരിക്കലും ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ ഓദഹ്യത്തെടുക്കാൻ എന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് 2 ദിവസം താടി ഏറ്റവും ആളുകൾ കണ്ടാല് സൗന്ദര്യത്തിന് കുറവ് വരുന്നതുകൊണ്ട് അത് ക്ലീൻ ഷേവ് ചെയ്തിട്ട് പുറത്തിറങ്ങുള്ളൂ. പക്ഷെ ഓദഹ്യത്തിന്റെ കാശം കൊടുക്കും, കാര്യമൊന്നും ഇല്ല, പൈസ തന്നെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതൊക്കെ നമ്മുടെ തഖ്വയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മാത്രം ശ്രദ്ധിക്കും. അതുകൊണ്ട് ഹജ്ജിന്റെ ആത്മാവ് കണ്ടെത്താനും അതുവഴി ജീവിതത്തെ മനസ്സിലാക്കാനും വിജയിക്കാനും കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر لنا أبو بكر وعمر وعثمان وعلي وحمزة والعباس والحسن والحسين وبقية أصحاب رسول الله أجمعين. കരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരും പാപങ്ങളും ചെറുപാപങ്ങളും കൃത്യമാക്കാൻ തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, നാട്ടുകാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവരും അനുഭവത്തുമാകാതെ തമ്പുരാനെ ഈ പ്രാവശ്യം ഹജ്ജിന് വന്ന ആൾക്കാരുടെ ഏറ്റവും ഉത്തമമായ ഹജ്ജിന് നീർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ എല്ലാവരുടെയും ഹജ്ജ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരോട് പ്രമേഖലാക്കളെ പ്രവർത്തിക്കാൻ മനസ്സ് അങ്ങോട്ട് പൊട്ടിച്ചു നടത്താൻ ഞങ്ങൾക്ക് വിവാദങ്ങളിൽ കൂടുതൽ മുഴുകാനുള്ള സൗകര്യം ചെയ്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം ശിവയാക്കി തരണേ തമ്പുരാനെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ആശ്വാസം സമാധാനം തരണേ തമ്പുരാനെ. സാമ്പത്തിക പരാധീനതകൾ കടങ്ങളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരന്തരമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات
اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم انصر عمل المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا